കായലിന്റെയും കുളങ്ങളുടെയും നാടായ കായംകുളത്ത് കാടൊരുക്കിയിരിക്കുകയാണ് ഒരു വനമുത്തശ്ശി. കായംകുളം കണ്ടല്ലൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട കൊല്ലകൽ തറവാട്ടിലെ ദേവകിയമ്മ എന്ന 90-കാരിയാണ് ഈ തപോവനത്തിന് പിന്നിൽ. കൊല്ലകൽ തറവാട്ടിലെ ചെറുവനത്തിലേക്ക് പ്രകൃതിയെ സ്നേഹിക്കുന്ന ആർക്കും കടന്നുവരാം. മരങ്ങളുടെ തണുപ്പിൽ കാടിന്റെ വന്യഭംഗി ആസ്വദിച്ച് കിളിക്കൊഞ്ചലുകളും കേട്ട് കാട്ടിലൂടെ സഞ്ചരിച്ചു മടങ്ങാം. സ്വന്തം വീട്ടിലെ വിശാലമായ 5 ഏക്കർ പറമ്പിൽ 4 പതിറ്റാണ്ടുകൊണ്ട് 1000-ഓളം മരങ്ങൾ നട്ടുപിടിപ്പിച്ച് കാടുണ്ടാക്കിയ കൊല്ലകൽ ദേവകിയമ്മ പ്രായത്തിന്റെ പരിമിതികൾക്കിടയിലും തന്റെ വീട്ടുമുറ്റത്തെ കാടും മരങ്ങളും ഇന്നും പരിപാലിച്ചു പോരുന്നു. പക്ഷിമൃഗാദികളും ഇഴജന്തുക്കളും അധിവസിക്കുന്ന സമ്പന്നമായ ഈ പ്രദേശം സഞ്ചാരികളുടെ ഇഷ്ടതാവളം കൂടിയാണ്. ചൂടിന്റെ കാഠിന്യത്തിലും ഹരിത സമൃദ്ധിയാൽ കുളിർമ പകരുന്ന പ്രദേശം. ദേവകിയമ്മയ്ക്ക് കൂട്ട് മകൾ തങ്കമണി ടീച്ചറാണ്. തിരുവനന്തപുരം കുളത്തൂരിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് വകുപ്പ് മേധാവിയായിരുന്നു പ്രൊഫസർ തങ്കമണി. അമ്മയിൽ നിന്നും കണ്ടും കേട്ടും പഠിച്ച ശീലങ്ങൾ ജീവിതത്തിലും പ്രാവർത്തികമാക്കിയ മകൾ തന്റെ ക്യാമ്പസിൽ ഫലവൃക്ഷങ്ങളും വനവൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ച് ഒട്ടേറെ അംഗീകാരങ്ങൾ കോളേജിന് സമ്മാനിച്ച പ്രകൃതി സ്നേഹി പ്രൊഫസർ തങ്കമണി. തലമുറയായി കൃഷി ചെയ്തു പോന്ന കുടുംബമായിരുന്നു ദേവകിയമ്മയുടേത്. നെൽകൃഷിയായിരുന്നു മുഖ്യം. കൂടാതെ പച്ചക്കറിയും ഔഷധ സസ്യങ്ങളുമെല്ലാം കൃഷി ചെയ്തിരുന്നു. അച്ഛനും സഹോദരങ്ങളുമെല്ലാം ജോലിക്കാരായിരുന്നതിനാൽ അമ്മയും താനുമായിരുന്നു കൃഷി നോക്കി നടത്തിയിരുന്നത്. നീണ്ടുകിടക്കുന്ന പാടത്ത് നെൽമണി വിളഞ്ഞു നിന്ന പഴയകാലം ഇപ്പോഴും ഓർമ്മയുണ്ട്. 8 കെട്ടിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു കച്ചി വിരിക്കാനും കറ്റ ചവിട്ടി മെതിക്കാനുമുള്ള നിലമൊരുക്കിയിരുന്നത്. കാർഷിക സമൃദ്ധിയിൽ സമ്പന്നമായ ഒരു ഭൂതകാലത്തിന്റെ ഓർമ്മ തങ്കമണി ടീച്ചറുടെ മനസ്സിൽ ഇന്നുമുണ്ട്. 44 വർഷം മുൻപ് കായംകുളത്ത് വെച്ച് അമ്മയ്ക്കുണ്ടായ അപകടമാണ് കാര്യങ്ങൾ തകിടം മറിച്ചത്. ഡ്രൈവിംഗ് സ്കൂളുകാരുടെ കാറിടിച്ച് അമ്മയുടെ കാലിന് കാര്യമായ പരിക്കേറ്റു. കാറിന്റെ ചക്രം കാൽപാദത്തിലൂടെ കയറിയിറങ്ങി. അമ്മയെ 2 വർഷത്തോളം രോഗശയ്യയിലാക്കിയ ദുരന്തം. അതോടെ കൃഷിയെല്ലാം നശിച്ചു തുടങ്ങി. കൃഷിപ്പണികളും നിലച്ചു. ഈ അവസരത്തിലാണ് വീടിനോട് ചേർന്നുള്ള എള്ള് ഉണക്കുന്നതും കച്ചി വിരിക്കുന്നതുമായ കളങ്ങളിലെല്ലാം മരം വെച്ച് പിടിപ്പിച്ചു തുടങ്ങിയത്. കൂടുതൽ ദൂരം നടക്കാൻ കഴിയാതിരുന്നതിനാൽ നടന്നെത്താവുന്നിടത്തെല്ലാം ചെടികളും മരങ്ങളും നട്ടു തുടങ്ങി. തൈകൾ കിളിർത്തു തുടങ്ങിയപ്പോൾ അതൊരു ആവേശമായി മാറുകയായിരുന്നുവെന്ന് ദേവകിയമ്മ പറയുന്നു. അമ്മയുടെ ആഗ്രഹത്തിനനുസരിച്ച് മകൾ ചെടികളും വിത്തുകളും എല്ലാം എത്തിച്ചു കൊടുത്തു. മക്കളും ബന്ധുക്കളുമെല്ലാം യാത്ര കഴിഞ്ഞു വരുമ്പോൾ പലതരം തൈകൾ കൊണ്ടുവന്നു. മാത്രമല്ല പിറന്നാൾ ആഘോഷങ്ങൾക്ക് പോലും ചെടികൾ സമ്മാനിച്ചു തുടങ്ങി. നാട്ടുവൃക്ഷമോ കാട്ടുവൃക്ഷമോ നല്ലതോ ചീത്തയോ ഒന്നും നോക്കിയില്ല. കിട്ടുന്നതെല്ലാം നട്ടു. പേര് പോലും അറിയാത്ത നിരവധി ചെടികൾ ഇവിടെ പൂത്തും കായ്ച്ചു നിൽക്കുന്നു. കാണാൻ വരുന്നവരാണ് പലതിൻ്റെയും പേര് പറഞ്ഞു തന്നത്. അങ്ങനെയാണ് ഇതൊരു വനഭൂമിയായത്. അത്തിയും അരയാലും പേരാലും മന്ദാരവും മരുതും നെല്ലിയും താന്നിയും ചന്ദനവും കാഞ്ഞിരവും പിസ്തയും ചെമ്പകവും പാരിജാതവും പവിഴമല്ലിയും അങ്ങനെ എത്രയെത്ര മരങ്ങൾ. മക്കളും കൊച്ചുമക്കളുമെല്ലാം ഈ കാട് പരിപാലിച്ചു കൊണ്ടു പോവുകയാണ്. ദേവകിയമ്മയുടെ കൊച്ചുമക്കളും കാടിനെ സേവിക്കുന്നതോടെ 3 തലമുറയിലെ സ്ത്രീകൾ കാടിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു. ഈ ചെടികളോടുള്ള ഒരു ഇത് എനിക്ക് കുഞ്ഞിലേ ഉണ്ട്. കുഞ്ഞിലേ വന്നെന്ന് പറയാൻ കാര്യം ഞാൻ പറഞ്ഞില്ല, 7 ആങ്ങളമാർക്കൊരു കൊച്ചുമങ്ങളായിരുന്നു ഞാൻ. അന്ന് പണ്ടത്തെ രീതി അനുസരിച്ച് കുഴമ്പ എണ്ണ കഷായങ്ങളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കുമായിരിക്കും. അതിനെന്തെങ്കിലും അതിൻ്റെ എല്ലാം എടുക്കാൻ പോകുമ്പം അവരോട് പറയാം എന്തെങ്കിലും ഒരു പൂച്ചെടി കൊണ്ടുവരണമെന്ന്. ഒരു റോസ ആയാലും കനകാമ്പരം ആയാലും മുല്ല ആയാലും കൊണ്ടുവന്നാൽ അത് അച്ഛൻ എന്നെ ഏൽപ്പിച്ചിട്ട് പറയും നിനക്ക് പൂ വെക്കാനുള്ളതാണ്, നീ ഇത് നട്ടുപിടിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ കുഞ്ഞിലേ തന്നെ അച്ഛനമ്മമാരിൽ നിന്നും ഇതിനുള്ള ഒരു പ്രചോദനം കിട്ടിയിട്ടുണ്ട്. ഒരു വാസന കിട്ടിയെങ്കിലല്ലേ അത് മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാനൊക്കത്തുള്ളൂ. പിന്നെ എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. 44 വർഷമായി. 2 വർഷം വെളിയിലോട്ട് ഇറങ്ങാനൊക്കാതൊക്കെ ഇരുന്നു. അപ്പോഴത്തേക്ക് കൃഷി നശിച്ചു. ഇതെല്ലാം ഈ കാണുന്നതെല്ലാം കളങ്ങളായിരുന്നു. പണ്ട് കച്ചിയിടാനും കറ്റ വെക്കാനും പണ്ട് മെതിക്കുന്നതെന്ന് പറഞ്ഞാൽ പായിട്ടിട്ട് മുളകിട്ടിട്ട് അതിനപ്പുറം ഇപ്പുറം നിന്ന് പായിട്ടാണ് മെതിക്കുന്നതൊക്കെ. അതിനുള്ള സ്ഥലങ്ങളായിരുന്നു ഇതെല്ലാം. അപ്പോൾ കൃഷി നിന്നപ്പോഴത്തേക്ക് ഈ സ്ഥലങ്ങളും എല്ലാം വേസ്റ്റായിട്ട് ഇങ്ങനെ കിടന്നു. 2 വർഷം ആക്സിഡൻറ്റ് കഴിഞ്ഞിങ്ങനെ ഇരുന്നപ്പം എനിക്കെന്തോ ഞങ്ങളുടെ വച്ചാരാധന അലച്ചന്മാർ തന്നെ ഒരു ഉദ്ബോധനം തന്ന പോലെ നീ ഇങ്ങനെ ഇരുന്നു പോകത്തില്ല എന്നാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യരുതുകൊണ്ട് അങ്ങനെ ഓരോന്ന് ചെടികളൊക്കെ ആദ്യം കുരിയാലയുടെ അടുക്കൽ തന്നെയാണ് വെച്ച് തുടങ്ങിയത്. ഈ കുരിയാലയുടെ അടുക്കൽ നിന്ന് വെച്ച് പിടിപ്പിച്ച് കുറേ വൃക്ഷങ്ങളൊക്കെ വളർന്നപ്പം നാട്ടുകാർ തന്നെ ചോദിച്ചു കൊലകല അമ്മയ്ക്ക് ആക്സിഡൻറ്റിലൂടെ വട്ടുവായോ അയം മുഴുവൻ കാടാക്കുന്നല്ലോന്ന്. പക്ഷെ അവർ തന്നെ ഇപ്പം ഓരോ ഔഷധ ചെടികൾക്കും അതിനും ഇതിനുമൊക്കെ ഇവിടെ വന്ന് ഇതിൻ്റെ ഗുണം മനസ്സിലാക്കുന്നുണ്ട്. മരങ്ങൾ മാത്രമല്ല കാട്ടരുവികളും ജലസസ്യങ്ങളും കുളങ്ങളുമെല്ലാം ഇവിടെയുണ്ട്. ഉപ്പനും കൊറ്റിയും മരംകൊത്തിയും കുളക്കോഴിയുമെല്ലാം അവിടെ ഇവിടെയായി കലപില കൂട്ടുന്നു. 3000-ഓളം സസ്യങ്ങൾ തലയുയർത്തി നിൽക്കുകയാണ് കൊല്ലകൽ തപോവനത്തിൽ. എല്ലാ ചെടികൾക്കും ഔഷധ ഗുണമുണ്ടെന്നാണ് ഇവരുടെ കണ്ടെത്തൽ.
പലതരം ദേശാടന പക്ഷികളും ഇവിടെ വിരുന്നെത്തുന്നു. കൂടാതെ നിരവധി ചിത്രശലഭങ്ങളും ഈ വനത്തിൽ ഉണ്ട്. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് പ്രകൃതിയോട് സ്നേഹം തോന്നി തുടങ്ങിയത്. വൃക്ഷങ്ങൾ നമ്മളോട് സംവദിക്കാറുണ്ടെന്നും അവരുടെ ഭാഷ തനിക്ക് മനസ്സിലാകാറുണ്ടെന്നും പ്രൊഫസർ തങ്കമണി പറയുന്നു. കിളികളും പൂമ്പാറ്റയൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. പുതിയ വെറൈറ്റി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ചില കിളികളെയൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് കുഞ്ഞുങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ദേശാടന കിളികൾ ഈ പറഞ്ഞ പോലെ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ, പിന്നെ മരതകപ്രാവ്, എമറാൾഡ് ഡവ്, പിന്നെന്താ ഫോറസ്റ്റ് വാക്ടൈലർ, പിന്നെ ഒരു മൂങ്ങായുടെ വെറൈറ്റി ഉണ്ട്, പിന്നെ റാക്കറ്റെയിൽ ഡ്രോങ്കോ. ഇപ്പം ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ വലുതുകൊണ്ട് ഈ പറഞ്ഞ ഒരു പ്രത്യേക സൈസ് ഒരു മൂങ്ങ അതിപ്പോൾ ഒരു 5-6 ജനറേഷൻ അല്ല, ഇവിടെ എപ്പോഴും ഉണ്ട്. നമ്മൾ തന്നെ ഉള്ളെങ്കിൽ ഇവിടെയൊക്കെ സന്ധ്യ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. ഒരു പേടിയൊന്നുമില്ല നമ്മളോട്. പൊന്മാന് 2 വെറൈറ്റി, പിന്നെ മരംകൊത്തി 2 വെറൈറ്റി വരുന്നുണ്ട്. ഒത്തിരി കിളികൾ, നമ്മുടെ നാടൻ കിളികൾ തന്നെ ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഒത്തിരിയുണ്ട്. മഞ്ഞക്കിളികൾ തന്നെ 3 വെറൈറ്റി വരുന്നുണ്ട്. പിന്നെ കിളികളുടെ കൂടുതലുള്ളത് കൊണ്ടാണോ എന്തോ, അതുപോലെ കുളത്തിലെ മീനിൻ്റെയും കൂടെ ആയിരിക്കും. പരുന്ത് ഇപ്രാവശ്യം വളരെ കൂടുതലായിരുന്നു. ഒരു 10-60 പരുന്ത് വരെയൊക്കെ ഒന്നിച്ച് വന്നിട്ട്, അപ്പോൾ കഴിഞ്ഞ ദിവസവും കണ്ടു മീനിനെ കൊണ്ടുപോകുന്നത് കണ്ടു. കുളത്തിലെ മീനും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരും കൊണ്ടുപോട്ടെ. നമ്മൾ ഇത്രമാത്രം പ്ലാസ്റ്റിക്കൊക്കെ ഈ മണ്ണിലിട്ടാൽ എന്തുമാത്രം ഉപദ്രവമാണ് ഇവരോട് നമ്മൾ ചെയ്യുന്നത്. അപ്പം എൻ്റെ സബ്ജക്റ്റ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പഠിച്ചത് അമ്മയോട് പറഞ്ഞു കൊടുക്കും. ഇവിടുന്നുള്ള കൊച്ചിലെ പഠിച്ചത് അമ്മ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഇപ്പോഴും ഒരു സംശയം വന്നാൽ ഓടി വന്ന് അമ്മയോട് ചോദിക്കും, അമ്മ ഇത്രയും മഴയായിട്ട് തണ്ട് ഈ ചെടികളൊക്കെ എന്താ വാടി നിൽക്കുന്നത്, ഉണങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ മഴയുടെ പാറ്റേൺ, വെയിലും മഴയും, ഇന്നിപ്പം നല്ല മഴയുണ്ടെങ്കിൽ ഇച്ചിരി കഴിയുന്നുണ്ടെങ്കിൽ അടുത്ത നല്ല വെയിലാണ്. മണ്ണ് നനഞ്ഞു കിടക്കുന്ന ഈ ഈർപ്പം നല്ല ചൂടോടാണ് ഈ വെള്ളം താഴോട്ട് പോകുന്നത്. ഇത് ചെന്നിട്ട് ഈ വേരിനെ അഫക്റ്റ് ചെയ്ത് ചെടികൾ പോയിരുന്നുണ്ട്. അപ്പോൾ അന്നേരം മഴക്കാലത്ത് നമ്മൾ പുതയിടുന്നു. പക്ഷേ ഈ മഴക്കാലത്ത് പുതയിടുമ്പോൾ ഈർപ്പം കാരണം വേറൊന്നുണ്ട്, ഈ പുതയ്ക്ക് തന്നെ ചൂട് പിടിക്കും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം നമ്മൾ ഓരോന്നും അമ്മ പറയുന്നതും നമ്മൾ പ്രവൃത്തിയിൽ നിന്ന് കണ്ടുപിടിച്ചു. ഒരു കൂടിക്കിടക്കുന്ന ഒരു പച്ചിലക്കൂട്ടമോ അല്ലെങ്കിൽ കരിയിലയോ ചെന്നിട്ടൊന്ന് ഇളക്കിയാൽ നമുക്ക് കാണാം ആവി പോലെ ചിലപ്പോൾ വരുന്നത്, അനറോബിക് റിയാക്ഷൻ എന്നുള്ള നമ്മളത് പഠിക്കുന്നത്. അപ്പോൾ അതിൽ ചൂട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിച്ച് ആ വിധത്തിൽ നമ്മൾ ഓരോന്നിനെയും ശ്രദ്ധിച്ച് ചെയ്തെങ്കിൽ മാത്രം. എൻ്റെ പേര് സൂര്യ. കൊല്ലയിൽ ദേവകി അമ്മയുടെ ഇളയ മകൻ്റെ ഇളയ മോളാണ്. ഞാൻ ബിഷപ്പ് മാവേലിക്കര കോളേജിൽ BSc കെമിസ്ട്രി പഠിക്കുകയാണ്. അമ്മുമ്മ ഇങ്ങനെ പ്രകൃതിയെ സ്നേഹിക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതിലേറെ എനിക്ക് അഭിമാനം കൊള്ളുകയാണ് പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്നും രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നൊക്കെ അവാർഡ് മേടിച്ച ഒരു അമ്മുമ്മയുടെ കൊച്ചുമകളാണെന്ന് പറയുന്നതിൽ എനിക്കിതിൽ താല്പര്യമുണ്ട്. എൻ്റെ ചേച്ചി ബോട്ടണി സ്റ്റുഡൻ്റ് ആയിരുന്നു, MSc കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു കോച്ചിങ്ങിന് പോവുകയാണ്. എനിക്കും പ്രകൃതി, എനിക്ക് പശു പട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫ്രീ സമയങ്ങൾ ഞാൻ അതുങ്ങളുമായിട്ട് ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിലൊത്തിരി സന്തോഷമുണ്ട്. പ്രകൃതിയോടും ജീവജാലങ്ങളോടുമുള്ള ദേവകി അമ്മയുടെ ആത്മബന്ധമാണ് രാജ്യത്തെ സ്ത്രീകൾക്കുള്ള പരമോന്നത സിവിലിയൻ ബഹുമതിയായ നാരീശക്തി പുരസ്കാരത്തിന് അർഹയാക്കിയത്. 2018 ഈ അംഗീകാരം ദേവകി അമ്മയെ തേടിയെത്തിയത്. കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ്, ആലപ്പുഴ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ കാർഷിക വന പുരസ്കാരം, കേരള സർക്കാരിൻ്റെ വനമിത്ര പുരസ്കാരം, സ്വദേശി സയൻസ് മൂവ്മെന്റിന്റെ ഭൂമിമിത്ര അവാർഡ്, കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ഗ്രീൻ ഇൻഡിവിജ്വൽ പുരസ്കാരം, കേരള ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രകൃതിമിത്ര അവാർഡ് എന്നിവയും ലഭിച്ചിട്ടുണ്ട്. 2020 അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദ് ദേവകിയമ്മയെ നേരിട്ട് വിളിച്ച് അനുമോദിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ വൃക്ഷമിത്ര അവാർഡ് 2005 വിതരണം ചെയ്തപ്പോൾ ആ പുരസ്കാരം അമ്മയ്ക്കും മകൾക്കും ലഭിച്ചിരുന്നു.